ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. നമ്മൾ ഇന്നലെ കണ്ടു. പൗരസ്ത്യ സഭകളിൽ, സവിശേഷമായി സീറോ മലബാർ സഭയിൽ വിശുദ്ധ കുരിശ് കണ്ടെത്തിയ ദിവസം, അതായത് സെപ്റ്റംബർ 13 ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. മുട്ടുചിറ പള്ളിയിലെ തെളിവുകളെല്ലാം നമ്മൾ ഇന്നലെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പാശ്ചാത്യ സഭയിൽ വിശുദ്ധ കുരിശിനെ പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലമായി പരസ്യമായി പ്രതിഷ്ഠിച്ച ആ ദിവസം സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളായിട്ട് ആചരിക്കുന്നത്. നമുക്കറിയാം, ഇത് രണ്ടും വൈരുദ്ധ്യമല്ല, പൂരകമാണ്. ഒന്നും മറ്റൊന്നിനെ പൂരകമാക്കുകയാണ്. അങ്ങനെ പൗരസ്ത്യ ദൈവശാസ്ത്രവും പാശ്ചാത്യ ദൈവശാസ്ത്രവും ഒന്നാവുകയാണ്. അതായത് ഒരു രഹസ്യത്തെ വിവിധ തരത്തിൽ ആവിഷ്കരിക്കുകയും ആഘോഷിക്കുകയുമാണ്. കുരിശ് വരയെക്കുറിച്ച് നമ്മൾ 3 വീഡിയോസ് കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി ചെയ്തിരുന്നു. കുരിശിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ചരിത്രപരവും അതുപോലെ തന്നെ ദൈവശാസ്ത്രപരവും ബൈബിളിൽ അധിഷ്ഠിതമായ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചർച്ച ചെയ്തിരുന്നു. സവിശേഷമായി ഭാരതത്തിലെ കത്തോലിക്കരുടെ ഇടയിൽ നിലനിൽക്കുന്ന കുരിശ് വര പാരമ്പര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് കുരിശിൻ്റെ മറ്റൊരു ദൈവശാസ്ത്രം, ഒരല്പം കട്ടിയായ ദൈവശാസ്ത്രമാണ്, പക്ഷേ അത് നമ്മൾ പഠിക്കേണ്ടതുണ്ടല്ലോ. അത് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു ചോദ്യം നമുക്ക് ആദ്യം ഉന്നയിക്കാം. കുരിശ് യഥാർത്ഥ ആരാധനയായത് എങ്ങനെ? കുരിശ് യഥാർത്ഥ ആരാധനയായത് എങ്ങനെ? യേശുവിൻ്റെ കുരിശിനെക്കുറിച്ച് ശിഷ്യന്മാർ ആദ്യം വിചാരിച്ചത് കുരിശ് അവൻ്റെ അന്ത്യമാണ് എന്നാണ്. അവൻ തുടങ്ങിവെച്ച സംരംഭം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നുവെന്നാണ് അവർക്ക് മനസ്സിലായത്, ഈ കുരിശ് മരണം. അതുകൊണ്ടാണ് ശിഷ്യന്മാരിൽ മിക്കവരും, യേശു സ്നേഹിച്ച ശിഷ്യനൊഴികെ പുരുഷന്മാരായ ശിഷ്യന്മാരെല്ലാവരും കർത്താവിനെ വിട്ടുപേക്ഷിച്ചു. കാരണം കർത്താവിൻ്റെ അന്ത്യം ഇങ്ങനെയൊന്നും അവർ പ്രതീക്ഷിച്ചില്ല. പല പ്രാവശ്യം കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു പീഡാനുഭവ പ്രവചനങ്ങളിലൂടെ. എന്നാലും ഇതുപോലെ ദാരുണമായൊരു അന്ത്യം കർത്താവിനുണ്ടാകുമെന്ന് അവർ ആരും വിചാരിച്ചില്ല. ഒരിക്കലും സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടാൻ കഴിയാത്ത ഒരു രാജാവിനെയാണ്, ഒരു മിശിഹായാണ് അതുവരെ യേശുവിൽ ശിഷ്യന്മാരെ കണ്ടിരുന്നത്. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി ഞെട്ടിക്കുന്ന തരത്തിൽ അവൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളുടെ കൂട്ടത്തിലായി കഴിഞ്ഞു. ഇതാണ് അവരുടെ ആദ്യത്തെ ചിന്ത. തീർച്ചയായിട്ടും യേശു ഉത്ഥാനം ചെയ്തപ്പോൾ അവൻ രാജാവ് തന്നെ, രാജാധിരാജൻ തന്നെ എന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തി. അപ്പോഴും ഒരു ചെറിയ പ്രശ്നം ബാക്കി നിന്നു. കുരിശിൻ്റെ അർത്ഥം എന്ത്? കുരിശിൻ്റെ അർത്ഥം എന്ത്? അവൻ ഉത്ഥാനം ചെയ്തപ്പോൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായപ്പോൾ രാജാധിരാജനായി അവൻ സ്ഥാനമേറ്റു. എങ്കിലും കുരിശ് എന്താണ്? കുരിശിന് അർത്ഥം എന്ത്? അതവർ സാവകാശം പഠിക്കണമായിരുന്നു. വേദത്താളുകൾ സവിശേഷമായിട്ട് പഴയ നിയമമാണ് ഈ കുരിശ് എന്താണ് എന്ന് ഗ്രഹിക്കാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്തത്. കുരിശിൽ സംഭവിച്ചത് എന്താണ് എന്ന് തിരുവെഴുത്തുകളുടെ ബലത്തിലാണ് അവർ വിശദീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കണ്ടെത്താനായിട്ട് ശ്രമിച്ചത്. പഴയ നിയമത്തിൽ പല പ്രാവശ്യം നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്, ദൈവം കാളകളും കോലാടുകളും ആഗ്രഹിക്കുന്നില്ല. 50-ാം സങ്കീർത്തനത്തിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ എൻ്റെ അല്ലേ, എന്തിനാണ് ഈ കാളകളും കോലാടുകളും നീ എനിക്ക് കൊണ്ടുവന്ന് അർപ്പിക്കുന്നത്? അതെല്ലാം എൻ്റെയാണ്. അതുകൊണ്ട് ദൈവം തേടുന്നത് കാളകളെയും കോലാടുകളെയും അല്ല, മനുഷ്യരെയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യരെ തേടുന്നതെന്ന് പറയുന്നത്? മനുഷ്യൻ ദൈവത്തോട് വ്യവസ്ഥാരഹിതമായി അതേ ഞാൻ തയ്യാറാണ്, അനുസരിക്കാൻ തയ്യാറാണ്, നിന്നെ അനുസരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നതാണ്, ആ അലംഘനീയമായ അനുസരണമാണ് യഥാർത്ഥ ആരാധന. നമ്മൾ പറഞ്ഞു, കാളകളും കോലാടുകളും ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന് സ്വന്തമാണ്, എല്ലാം ദൈവത്തിന് സ്വന്തമാണ്. അതുകൊണ്ട് അതൊന്നും ദൈവത്തിന് വേണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, മനുഷ്യന് മാത്രം ഒരു സവിശേഷ കഴിവുണ്ട്, അതെ എന്ന് പറയാനും അല്ല എന്ന് പറയാനും. ദൈവത്തോട് യെസ് എന്ന് പറയാനും നോ എന്ന് പറയാനും മനുഷ്യൻ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ വ്യവസ്ഥാരഹിതമായി ദൈവത്തിന് സ്വന്തമല്ല. നമുക്ക് ദൈവത്തോട് നോ പറയാം, എനിക്ക് നിൻ്റെ രക്ഷ വേണ്ട, എനിക്ക് നിൻ്റെ കരുണ വേണ്ട, എനിക്ക് നിന്നെ വേണ്ട.
അങ്ങനെ യുക്തിവാദികളും നിരീശ്വരന്മാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ദൈവത്തോട് നോ പറയാനും ദൈവം ഓഫർ ചെയ്യുന്ന മുന്നോട്ട് വയ്ക്കുന്ന രക്ഷ അത് വേണ്ട എന്ന് പറയാൻ, ആ ജീവൻ വേണ്ടെന്ന് പറയാൻ, മരണാനന്തര ജീവൻ ഇല്ലെന്ന് പറയാൻ, സ്വർഗം ഇല്ലെന്ന് പറയാൻ, ഇതൊക്കെ പറയാനായിട്ട് മനുഷ്യന് കഴിവുണ്ട്. ഇതൊക്കെ ഉണ്ട് എന്ന് പറയാനും ഇല്ല എന്ന് പറയാനും കഴിവുള്ള ഏക ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അവൻ്റെ സ്വതന്ത്ര മനസ്സിൽ അതെ ഞാൻ തയ്യാറാണ്, നിന്നെ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ആ അനുസരണമാണ് ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ ആരാധന. അതേ ഞാൻ തയ്യാറാണ്, നിന്നെ അനുസരിക്കാൻ തയ്യാറാണ് എന്ന് സ്വതന്ത്ര മനസ്സിൽ മനുഷ്യൻ പറയണം ദൈവത്തോട്. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥ ആരാധന. ആ സമ്മതത്തിന് അല്ലെങ്കിൽ അനുസരണത്തിന് പകരം വയ്ക്കാനോ അതിന് പ്രതിനിധാനം ചെയ്യാനോ കാളകളുടെയോ കോലാളുകളുടെയോ രക്തം കൊണ്ടോ ജീവൻ കൊണ്ടോ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ കർത്താവ് ചോദിക്കുന്നത്, മനുഷ്യൻ സ്വന്തം ജീവന് പകരമായി എന്ത് കൊടുക്കും? അതിന് ഉത്തരമില്ല. മർക്കോസ് 8:37 ഉത്തരം ഇതാണ്, മനുഷ്യൻ്റെ സ്വത്വത്തിന് പകരം വയ്ക്കാൻ പറ്റുന്നോ യാതൊന്നുമില്ല. മനുഷ്യൻ്റെ സ്വത്വം അല്ലെങ്കിൽ അവൻ്റെ ജീവൻ അതിന് പകരം വയ്ക്കാൻ കാളകളുടെ ജീവനോ കോലാടുകളുടെ ജീവനോ പശുവിൻ്റെ ജീവനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ മൃഗബലികളൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ സ്വതന്ത്രമായി കൊടുക്കുന്ന അലംഘനീയമായ അനുസരണമാണ്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് എങ്ങനെയാണ് മനുഷ്യർ കൊടുക്കാൻ കഴിഞ്ഞത്? എങ്ങനെയാണ് അത്? നമുക്ക് കുരിശിലേക്ക് നോക്കിയാലാണ് കിട്ടുക. ചരിത്രത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ തീർത്തും അപവിത്രമായ, അതായത് ഒട്ടും വിശുദ്ധിയില്ലാത്തൊരു സംഭവമാണ് യേശുവിൻ്റെ കുരിശുമരണം. ഒരു രാഷ്ട്രീയ കുറ്റവാളിയായി വിചാരണ ചെയ്യപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ്റെ മരണം. അതാണ് ചരിത്രത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ യേശുവിൻ്റെ കുരിശുമരണം. എന്നാൽ അതാണ് ലോകത്തിലെ ഏക യഥാർത്ഥ ആരാധന. അതാണ് ലോകത്തിലെ ഏക ആരാധന. കാളകളെയും കോലാളെയും രക്തം കൊണ്ട് അങ്ങ് സംപ്രീതനായില്ല, അങ്ങ് എനിക്ക് വേണ്ടി ഒരു ശരീരം സജ്ജമാക്കി. ഹെബ്രായ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായം പുത്രൻ തമ്പുരാൻ പിതാവിനോട് പറയാണ് മനുഷ്യാവതാരത്തിന് മുമ്പ്, കാളകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ട് അങ്ങ് സംപ്രീതനായില്ല, അങ്ങ് എനിക്കൊരു ശരീരം സജ്ജമാക്കി. ഇതാ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ നിന്റെ ഹിതം നിറവേറ്റാൻ അതേ ഞാൻ തയ്യാറാണെന്ന് പറയാൻ ഇതാ ഞാൻ വരുന്നു. നീ എനിക്കൊരു ശരീരം സജ്ജമാക്കി, നീ എനിക്കൊരു ശരീരം സജ്ജമാക്കി. ദൈവത്തിന് ഒരു മനുഷ്യ ശരീരം സജ്ജമാക്കി. അതുകൊണ്ട് നിന്റെ ഹിതം നിറവേറ്റാൻ ഞാൻ വരുന്നു. ആ ദൈവം മനുഷ്യനാകുക, ദൈവം മനുഷ്യനാകുക, എന്നിട്ട് എല്ലാ മനുഷ്യരുമായും ഒന്നാകുക, എന്നിട്ട് എല്ലാ മനുഷ്യരും ദൈവത്തിന് കൊടുക്കേണ്ട ആ സമ്മതം, അതേ ഞാൻ തയ്യാറാണ്, ഞാൻ നിന്നെ അനുസരിക്കാൻ തയ്യാറാണ്, നിന്റെ ഹിതം നിറവേറ്റാൻ ഞാൻ തയ്യാറാണ് എന്ന സമ്മതം, മരണം വരെ അനുസരിക്കുന്ന ആ അനുസരണം, അലംഘനമായ അനുസരണം യേശു നമുക്ക് വേണ്ടി ദൈവത്തിന് കൊടുത്തു. ഇതാണ് യഥാർത്ഥ ആരാധന. അതായത് തൻ്റെ ശരീരം പോലും ബലി ചെയ്യുന്ന യേശുവിൻ്റെ, ദൈവം മനുഷ്യനായ ആളുടെ ആ അനുസരണമാണ്. തൻ്റെ ശരീരം പോലും ബലി കൊടുക്കുന്ന അത്രയും അനുസരണത്തിൻ്റെ അറ്റം വരെ പോകുന്ന ആ അനുസരണ, അവതരിച്ച അനുസരണം എന്നൊക്കെ പറയാം, ഇൻകാർണേറ്റഡ് ഒബീഡിയൻസ്. ആ അനുസരണമാണ് ദൈവത്തിന് കൊടുക്കുന്ന ഏക ആരാധന. അതുകൊണ്ടാണ് ബലി മാത്രമാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. ബലി മാത്രമാണ് യഥാർത്ഥ ആരാധന. അതായത് യേശുവിൻ്റെ ബലി, യേശുവിൻ്റെ ബലി. ആ ബലി അത് നമ്മുടെ ബലി ആകുന്നത് എങ്ങനെയെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. ചുരുക്കത്തിൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണമാണ് ലോകത്തിലെ ഏക യഥാർത്ഥ ആരാധന. കാരണം അത് മാത്രമാണ് അലംഘനീയമായ അനുസരണം. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ദൈവം മനുഷ്യനായി, എല്ലാ മനുഷ്യരുമായും ഒന്നായി. ഞാൻ കുരിശിലുയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും, എല്ലാവരെയും ആകർഷിക്കുകയാണ്. അങ്ങനെ നമ്മെ എല്ലാവരെയും തന്നിലേക്ക് എടുത്തു വെച്ച് നമുക്ക് വേണ്ടി അവൻ ദൈവപിതാവിന് അലംഘനീയമായ അനുസരണം കൊടുത്തു. തൻ്റെ ശരീരം ഹോമിക്കാൻ, തൻ്റെ ശരീരം ബലി ചെയ്യാൻ തക്ക വിധത്തിൽ അതുവരെ, അനുസരണത്തിന് അറ്റം വരെ അവൻ തന്നെ കൊടുത്തു. ഇതൊരു പ്രാപഞ്ചിക ആരാധനയാണ്, എ കോസ്മിക് വർഷിപ്പ്. അതിലൂടെ യെരൂശലേം ദേവാലയം എന്ന പരിമിതമായ ആരാധന സ്ഥലം
അതൊരു സ്ഥലത്ത് മാത്രമുള്ളതല്ലേ. അവിടേക്കല്ല യേശു രഹസ്യമായിട്ട് പ്രവേശിച്ചത്. അങ്ങനെയല്ല ചെയ്തത്. പ്രത്യുത പരസ്യമായി ലോകത്തിന്റെ കൺവെട്ടത്ത് മരണമെന്ന വിരിക്കുള്ളിലൂടെ യഥാർത്ഥ ദേവാലയമായ ദൈവസന്നിധിയിലേക്ക് കയറിപ്പോയി. അത് മൃഗരത്നം പോലെയുള്ള ചില വസ്തുക്കൾ സമർപ്പിക്കാനല്ല, തന്നെ സമർപ്പിക്കാനാണ്. ഇതാണ് ഹെബ്രായ ലേഖനം 9 അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അതായത് ഭൗമികമായ വീക്ഷണത്തിൽ ഒരു സാധാരണ സംഭവം കുരിശുമരണം മനുഷ്യവംശത്തിന്റെ യഥാർത്ഥ ആരാധനയായി. കാരണം ആരാധനക്രമത്തിന്റെ പരിമിതികൾ അവൻ തകർത്തെറിഞ്ഞ് സത്യത്തെ ആവിഷ്കരിച്ചു. അവൻ തന്നെ നൽകി. മനുഷ്യന്റെ കൈകളിൽ നിന്ന് അവരുടെ കാഴ്ചകൾ അവനെടുത്ത് അവരുടെ സ്ഥാനത്ത് തൻ്റെ ബലി ചെയ്യപ്പെട്ട ആളത്വം തന്നെ സ്വം, തന്നെ ഞാൻ അവൻ സമർപ്പിച്ചു. ഞാൻ ഒന്നുകൂടി പറയാം, ഈ ആരാധനാക്രമത്തിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. അതെല്ലാം കർത്താവ് തകർത്തെറിയാണ്. അതെങ്ങനെ തകർത്തെറിഞ്ഞത്? മനുഷ്യരുടെ കൈകളിൽ നിന്ന് അവരുടെ കാഴ്ചകൾ അവനെടുത്ത് അവയുടെ സ്ഥാനത്ത് തന്നെ ബലി ചെയ്യപ്പെട്ട ആളത്വം, തന്നെ സ്വം, തന്നെ ഞാൻ അവൻ ദൈവത്തിന് സമർപ്പിച്ചു. അവൻ പരിഹാരം ചെയ്തത് സ്വന്തം രക്തത്താലാണ് എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഹെബ്രായ ലേഖനം 9:12. ആ രക്തത്തെ പ്രായശ്ചിത്തത്തിന് വേണ്ടി അർപ്പിക്കുന്ന അളവെടുക്കാവുന്ന ഭൗതിക കാഴ്ചയായിട്ട് കരുതരുത്. ആ രക്തം രക്തച്ചൊരിച്ചിൽ എന്ന് പറയുന്നത് അത് വെറും അവൻ പരിഹാരം ചെയ്തത് സ്വന്തം രക്തത്താലാണ്. തീർച്ചയായിട്ടും പരിഹാരമാണ്, പ്രായശ്ചിത്തമാണ്. പക്ഷേ അത് വെറും പ്രായശ്ചിത്തമോ പരിഹാരമോ അല്ല, മറിച്ച് അവസാനം വരെ എത്തുന്ന സ്നേഹമാണ്. യോഹന്നാൻ 13:1-2. സ്നേഹത്തിന്റെ മൂർത്തമായ ഒരു പ്രകാശനമാണ് ആ രക്തം. സ്നേഹത്തിന് ഏതറ്റം വരെയും പോകാൻ പറ്റും. ഏതറ്റം വരെയും പോകും. സ്നേഹിക്കുന്നവരെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും. അതാണ് സ്നേഹത്തിന്റെ പ്രകൃതം. യേശു നമ്മെ സ്നേഹിക്കുന്നതിനാൽ തൻ്റെ ജീവൻ കൊടുത്ത്, തൻ്റെ രക്തം കൊടുത്ത്, അപ്പോൾ അത് പ്രായശ്ചിത്തത്തേക്കാൾ കൂടുതൽ സ്നേഹമാണ്. തീർച്ചയായിട്ടും പരിഹാരമുണ്ട്, അതിനകത്ത് പ്രായശ്ചിത്തമുണ്ട്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ട്. എങ്കിലും അതല്ല അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മോടുള്ള സ്നേഹമാണ്. നമ്മെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന തൻ്റെ രക്തം പോലും, അതായത് ജീവൻ പോലും ബലി കൊടുക്കാൻ പോകുന്ന തയ്യാറുള്ള ആ സ്നേഹമാണത്. അതിനാൽ ഈ അവൻ്റെ സമർപ്പണത്തിൻ്റെയും ശുശ്രൂഷയുടെയും ആകത്തുകയാണ് ഈ രക്തം. അവൻ്റെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ, സമ്പൂർണ്ണ ശുശ്രൂഷയുടെ ആകത്തുകയാണ് ഈ രക്തം എന്ന് പറയുന്നത്. തന്നിൽ കൂടിയതോ കുറഞ്ഞതോ ഒന്നുമല്ല യേശു സമർപ്പിക്കുന്നത്. തന്നെ മുഴുവനുമാണ്. തൻ്റെ സ്വത്വ സാകല്യമാണ്. സകലവും എന്ന് പറയില്ലേ, സകലവും എന്ന് പറയുന്നതിൻ്റെ നാമരൂപമാണ് സാകല്യം. തൻ്റെ സ്വത്വ സാകല്യമാണ് കർത്താവ് കൊടുക്കുന്നത്. എല്ലാം കൊടുക്കുന്ന സ്നേഹം, അത് മാത്രം. അതാണ് ഹെബ്രായ ലേഖനം അനുസരിച്ച് ലോകത്തെ ദൈവവുമായി രമ്യതപ്പെടുത്തിയ യഥാർത്ഥ ആരാധന. യേശു തൻ്റെ ജീവൻ തന്നെ മുഴുവനായി ദൈവത്തിന് കൊടുത്തു. അത് അലംഘനീയമായ അനുസരണത്തിൻ്റെ രൂപത്തിലായിരുന്നു. ലംഘിക്കാൻ പറ്റാത്ത അനുസരണം, സമ്പൂർണമായ അനുസരണം, മാനുഷികമായ അനുസരണം, മനുഷ്യന്റെ അനുസരണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ടത്. അതേ ഞാൻ തയ്യാറാണ്. ഇത് നമ്മുടെ സ്ഥാനത്ത് നിന്ന്, മനുഷ്യന്റെ സ്ഥാനത്ത് നിന്ന് യേശു ദൈവത്തിന് കൊടുത്തു. ആ അനുസരണം ബലിയായി. ആ ബലിയാണ് യഥാർത്ഥ ആരാധന. തന്നെ സ്വത്വം തന്നെ മുഴുവനായി സ്നേഹത്തോടു കൂടി കൊടുത്തു. സ്നേഹത്തിന്റെ പേരിൽ കൊടുത്തു. ഏതറ്റം വരെയും പോകുന്ന, രക്ഷിക്കാനായിട്ട് സ്വന്തക്കാരെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന സ്നേഹത്തെ പ്രതി അവൻ കൊടുത്തു. അപ്പോൾ ലോകത്തെ ദൈവമായി രമ്യതപ്പെടുത്തിയ അനുരഞ്ജനത്തിന്റെ പ്രാപഞ്ചിക ദിനമാണ് കുരിശിൽ സംഭവിച്ചത്. ലോകത്തെ ദൈവമായി രമ്യതപ്പെടുത്തിയ അനുരഞ്ജനത്തിന്റെ പ്രാപഞ്ചിക ദിനം, അതാണ് കുരിശിന്റെ മണിക്കൂർ. നിർണായകവും യഥാർത്ഥവുമായ അനുരഞ്ജന പെരുന്നാള് യോം കിപ്പർ എന്ന് പറയുന്ന പാവപരിഹാരം പഴയ നിയമത്തിലെ, അതിന് പകരം ഇപ്പോൾ അനുരഞ്ജന പെരുന്നാളാണ്. മറ്റൊരു ആരാധനയോ ആ ആരാധന നിർവഹിച്ച യേശുക്രിസ്തുവിനെ പോലെയുള്ള മറ്റൊരു പുരോഹിതനോ ഇല്ല.
അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ പറയുന്നത് ഒരേ ഒരു പുരോഹിതനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. നാം വൈദികരെ അല്ലെങ്കിൽ പുരോഹിതൻ എന്ന് വിളിക്കുന്നവരൊക്കെ ശുശ്രൂഷകരാണ്. അതുകൊണ്ട് പുരോഹിതരുടെ പൗരോഹിത്യത്തെ വിളിക്കുന്നത് ശുശ്രൂഷ പൗരോഹിത്യം എന്നാണ്, മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ്. ഈ പുരോഹിതന്മാരെല്ലാവരും തന്നെ ശുശ്രൂഷകരാണ്. യേശുക്രിസ്തു മാത്രമാണ് യഥാർത്ഥ പുരോഹിതൻ. അവൻ അർപ്പിച്ചത് മാത്രമാണ്, അവൻ്റെ ബലി മാത്രമാണ് യഥാർത്ഥ ആരാധന. സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം ചോദിക്കാം, ക്രിസ്തീയ ആരാധന സ്വഭാവം എന്താണ്? യേശുവിൻ്റെ ബലിയാണിത്. നമ്മുടെ ആരാധന സ്വഭാവം എന്താണ്? ക്രിസ്ത്യാനികളുടെ വസ്തുക്കൾ അടിയറ വയ്ക്കുന്നതല്ല, അതല്ല ക്രിസ്തീയ ആരാധന. ഈ കുർബാനയിലെ ബലിയെക്കുറിച്ച് 16-ാം നൂറ്റാണ്ട് മുതൽ പല സിദ്ധാന്തങ്ങളുണ്ട്. അതായത് എന്തിനെങ്കിലും ബലി കഴിച്ച് നശിപ്പിക്കുക. എന്തിനത്? ദൈവത്തിൻ്റെ പരമാധികാരം തെളിയിക്കാൻ. ദൈവത്തിനാണ് പരമാധികാരം കാണിക്കാൻ ചില വസ്തുക്കൾ കൊടുത്ത് അതങ്ങ് നശിപ്പിച്ച് കളയാം. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. വസ്തുക്കൾ അടിയറ വയ്ക്കുക ദൈവത്തിൻ്റെ പരമാധികാരം സൂചിപ്പിക്കാൻ. ആ സിദ്ധാന്തങ്ങളൊക്കെ പഴഞ്ചനായി, അതൊന്നും സ്വീകാര്യമല്ല. ക്രിസ്തു സംഭവവും അതിൻ്റെ വേദവ്യാഖ്യാനവും ഇത്തരം ഈ ദുഷ്കരമായ സിദ്ധാന്തങ്ങളൊക്കെ കടത്തിവെട്ടി കീഴ്പ്പെടുത്തി കളഞ്ഞു. സ്നേഹത്തിൻ്റെ പരമാധികാരമാണ് വാസ്തവത്തിൽ കുരിശ് പറയുന്നത്. സ്നേഹത്തിൻ്റെ പരമാധികാരം എന്ന് വെച്ചാൽ ക്രിസ്തീയ ആരാധന എന്ന് പറയുന്നത് യേശു കുരിശിൽ നമുക്ക് വേണ്ടി നിൽക്കുകയാണല്ലോ. ആ യേശു അവനിലേക്ക് നമ്മെ എടുത്തു വെച്ചു. അതാണ് പുതിയ ആരാധന. ഞാൻ ഒന്നുകൂടി പറയാണ്, യേശു നമുക്ക് വേണ്ടി അവിടെ നിന്നു, കുരിശിൽ നിന്നു, നമ്മെ അവനിലേക്ക് എടുത്തു വെച്ചു. അതാണ് പുതിയ ആരാധന. അവൻ നമ്മെ തന്നിലേക്ക് തന്നെ എടുത്തു വെച്ച് തന്നെ പിതാവിന് സമർപ്പിച്ചു. ഇതിപ്പോൾ എങ്ങനെ നടക്കുന്നു ഉള്ളതാണ് ക്രിസ്തീയ ആരാധന. ക്രിസ്തു കുരിശിൽ കിടക്കുന്നു, നമുക്ക് വേണ്ടി നിൽക്കുന്നു, നമ്മെ അവനിലേക്ക് എടുത്തു വെക്കുന്നു. എങ്ങനെയാണ് ഇപ്പോൾ എടുത്തു വെക്കുന്നത്? വിശുദ്ധ കുർബാനയിലൂടെ. മറ്റു കൂതാശകളുണ്ട്, മാമോദീസയും സ്തൈർലേപനും കുർബാനയും മറ്റു കൂതാശകളൊക്കെ ഉണ്ട്. പക്ഷേ പ്രധാനമായും കുർബാനയിലൂടെ. അപ്പോൾ യേശു കുരിശിൽ കിടന്ന് നമ്മെ തന്നിലേക്ക് തന്നെ എടുത്തു വെച്ച് നമ്മെ പിതാവിൻ്റെ മുമ്പിൽ പൊക്കിപ്പിടിച്ച് എന്നിട്ട് പറയാണ്, ഇവരെ നിനക്ക് നൽകേണ്ട അനുസരണം ഇവർക്ക് വേണ്ടി ഞാൻ നൽകുന്നു. അലംഘനീയമായ അനുസരണം. ആ അനുസരണമാണ് യഥാർത്ഥ ആരാധന. ഇതാണ് ക്രിസ്തീയ ആരാധനയുടെ പ്രകൃതം. അത് നമ്മൾ കുരിശിൽ കാണുന്നുണ്ട്. പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. പിതാവ് ആ പ്രാർത്ഥന കേൾക്കുകയാണ്, പാപികളെ പ്രാർത്ഥന കേൾക്കുകയാണ്. പാപികളെ കേട്ടപ്പോൾ കുറച്ചില്ലേ, പാപികൾ ചിലര് പശ്ചാത്തപിച്ചു. നീ നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ ഓർക്കണമേ. അവനപ്പം തന്നെ പാപമോചനം കൊടുത്തു. ഇന്ന്, നാളെയല്ല, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ഇന്ന്, നാളെ കഴിഞ്ഞ് മറ്റന്നാളെന്നല്ല പറഞ്ഞത്, ഇന്ന്. അവന് പറുദീസ അന്ന് തന്നെ വാഗ്ദാനം ചെയ്യത്തക്ക വിധം യേശു ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് കയറിപ്പോവുകയാണ് ഈ കുരിശിലെ കയറ്റത്തിലൂടെ. അപ്പോൾ കുരിശിലേക്കുള്ള കയറ്റം സ്വർഗത്തിലേക്കുള്ള കയറ്റം തന്നെയാണ്. അത് അങ്ങനെ ഒരു പ്രക്രിയയാണത്. ഒരൊറ്റ നിമിഷമല്ല, ഒരു പ്രക്രിയയാണ്. അത് പൂർണ്ണമാകുന്നത് അവൻ മരിച്ച് ഉത്ഥാനം ചെയ്ത് 40 ദിവസം സ്വർഗാരോഹണത്തിലാണ്. അപ്പം ഏതാണ്ട് ഒരു 43 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് കുരിശ് മരണം, 3-ാം ദിവസം ഉത്ഥാനം, പിന്നെ 40 ദിവസം സ്വർഗാരോഹണം. അങ്ങനെയാണ് ഈ കുരിശിലേക്കുള്ള കയറ്റം സ്വർഗത്തിലേക്കുള്ള കയറ്റമായി മാറുന്നത്. പറുദീസയിലേക്കുള്ള കയറ്റവും പിന്നെ സ്വർഗാതിസ്വർഗം എന്ന് പറയുന്ന 7-ാം സ്വർഗത്തിലേക്കുള്ള കയറ്റമായിട്ട് മാറുന്നത്. ഈ ക്രിസ്തീയ ആരാധന എന്ന് പറഞ്ഞാൽ നമ്മെ തന്നിലേക്ക് എടുത്തു വെക്കാൻ നാം യേശുവിനെ അനുവദിക്കണം. നമ്മെ തന്നിലേക്ക് എടുത്തു വെക്കാൻ നാം യേശുവിനെ അനുവദിക്കണം. അതാണ് വിശുദ്ധ കുർബാനയിൽ ചെയ്യുന്നത്. അതാണ് ക്രിസ്തീയ ആരാധനയുടെ പ്രകൃതം. അവൻ്റെ എല്ലാം തികഞ്ഞതും പരിപൂർണമായതും അലംഘനീയമായ അനുസരണത്തിലേക്ക് നമ്മെ തന്നെ എടുത്തു വെക്കുക. അപ്പോൾ അവൻ്റെ അനുസരണം നമ്മുടേതായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ കുരിശിൻ്റെ 2 വശങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. കുരിശിൻ്റെ 2 വശങ്ങൾ അത് മനസ്സിലാക്കാൻ പ്ലേറ്റോ എന്ന് പറഞ്ഞ തത്വജ്ഞാനിയുടെ ഒരു ചിന്ത നമ്മൾ സഹായിക്കും. ക്രിസ്തു ജനിക്കുന്ന 400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വജ്ഞാനിയാണ് പ്ലേറ്റോ. ദ റിപ്പബ്ലിക് എന്ന ഗ്രന്ഥത്തിൽ 2:360-361 അവിടെ അദ്ദേഹം ചോദിക്കുകയാണ്,
ക്രിസ്തു ജനിക്കുന്നതിന് 400 വർഷങ്ങൾക്ക് മുമ്പാന്ന് ഓർക്കണം. നമ്മുടെ നീതിമാൻ അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ്റെ ധർമ്മനീതി പൂർണ്ണവും ഉറച്ചതുമാകുന്നത് അയാൾ നീതിരഹിതനായി കാണപ്പെടുമ്പോഴാണ്. ഒരു മനുഷ്യൻ്റെ ധർമ്മനീതി സമ്പൂർണവും ഉറച്ചതുമാകുന്നത് അയാൾ മറ്റുള്ളവരുടെ മുമ്പിൽ നീതിരഹിതനായി കാണപ്പെടുമ്പോഴാണ്. കാരണം അപ്പോൾ മാത്രമാണ് അയാൾ പൊതുജനാഭിപ്രായം അനുസരിച്ച് നീങ്ങാതെ നീതിക്ക് വേണ്ടി നീതിയെ പിന്തുടരുന്നവനാകൂ. നമ്മളിപ്പോൾ എപ്പോഴും പറഞ്ഞത് ജനപക്ഷം, ഭൂരിപക്ഷം, അതിനെതിരാണ് ശരിക്കും പറഞ്ഞാൽ നീതി. പൊതുജനാഭിപ്രായത്തിനെതിരെ നീങ്ങുന്നതാണ് ശരിയായ നീതി. നമ്മൾ പറയുന്നത് ഈ ജനാധിപത്യത്തിലെ ഭൂരിപക്ഷവും ജനപക്ഷവും അതൊന്നുമല്ല ശരിയായിട്ടുള്ള നീതി എന്നാണ്. ശരിക്കും നീതിമാനായ മനുഷ്യൻ ഈ ലോകത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും വേണമെന്നാണ് പ്ലേറ്റോ പറയണേ. പ്ലേറ്റോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മുടെ നീതിമാൻ ചമ്മട്ടി അടിക്കപ്പെടുകയും വലിച്ചു നീട്ടപ്പെടുകയും കെട്ടിയിടപ്പെടുകയും ചെയ്യും. അവൻ്റെ കണ്ണുകൾ ചാമ്പലാക്കപ്പെടും. എല്ലാ പീഡനമുറകളുടെയും അവസാനം അവൻ ക്രൂശിക്കപ്പെടും. ഇത് റിപ്പബ്ലിക് എന്ന പുസ്തകത്തിലാണ്. അദ്ദേഹം ഗ്രീക്കുകാരനാണ്, റോമക്കാരനല്ല, പൗരസ്ത്യനുമല്ല. ഈ കുരിശുമരണം പൗരസ്ത്യ ശിക്ഷാരീതിയായിരുന്നു. അത് റോമൻ സാമ്രാജ്യം കടമെടുത്തത് റോമൻ പൗരന്മാരല്ലാത്തവരെ, കുറ്റവാളികളെ കൊല്ലാൻ വേണ്ടിയാണ്. പൗരസ്ത്യനല്ലാത്ത, റോമക്കാരനല്ലാത്ത ഗ്രീക്കുകാരനായ ഈ പ്ലേറ്റോ ക്രിസ്തു ജനിക്കുന്ന 400 വർഷം മുമ്പ് പറയാണ്, ഏറ്റവും വലിയ നീതിമാൻ, ഏറ്റവും നല്ല നീതിമാൻ ക്രൂശിക്കപ്പെടും. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? നീതിമാൻ പീഡിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? പഴയ നിയമത്തിൽ ജ്ഞാനഗ്രന്ഥത്തിൽ വലിയ വിഷയമാണത്. നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം ഞാനും മറ്റൊരാളും, ഞാൻ വളരെ മോശം ജീവിതം നയിക്കുന്ന ആളെന്ന് കരുതുക. അയാൾ വളരെ നീതിമാനാണെന്നും. ആ നീതിമാനായ മനുഷ്യൻ്റെ മുമ്പിൽ എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരു തരം അരക്ഷിതാവസ്ഥ. എന്നെപ്പോലെ ഒരു മനുഷ്യനായ അയാൾക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയുന്നു, നീതിമാന് ജീവിക്കാൻ കഴിയുന്നു. ഞാൻ വളരെ മ്ലേച്ഛമായ ജീവിതം നയിക്കുന്നു. അപ്പോൾ അയാളുടെ സാന്നിധ്യം എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും. എത്ര നാൾ ഈ അരക്ഷിതാവസ്ഥയിൽ നിൽക്കാൻ പറ്റും? അപ്പോൾ ഒന്നുകിൽ ഞാൻ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ ഞാൻ അയാളെ കൊല്ലും. നമ്മുടെ നാട്ടിൽ നമ്മൾ അസൂയ എന്ന് പറയില്ലേ, അതൊക്കെ ഇത് തന്നെയാണ്. നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സംഗതി അയൽപ്പക്കത്ത് ആരെങ്കിലും ചെയ്താൽ, നമുക്ക് വീട് വയ്ക്കാൻ പറ്റാത്തത് അയൽപ്പക്കത്ത് ഒരാൾ ചെയ്താൽ, നമ്മുടെ മക്കൾക്ക് എത്തിപ്പറ്റാൻ പറ്റാത്ത സ്ഥലത്ത് അയൽപ്പക്കത്തെ ആളുകൾ മക്കൾ എത്തിയാൽ ഒക്കെ നമുക്ക് അസൂയാണ്. അപ്പോൾ ആ അസൂയ ഇങ്ങനെ മൂത്ത് നമ്മൾ അവരെക്കുറിച്ച് ഇല്ലാവചനങ്ങൾ പറയുകയാണ്. അവരെങ്ങനെയും നശിപ്പിക്കണം. അവർ കുറ്റം ചെയ്തിട്ടൊന്നുമല്ല, അവരുടെ ആ സമൃദ്ധി അത് നമ്മളെ അരക്ഷിതാവസ്ഥയിലാക്കുന്നു. അപ്പോൾ അവരെ നശിപ്പിക്കാനായിട്ട് നമ്മൾ അവരെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയണം. ഇതൊരു തരം കൊലപാതകമാണ്. അപ്പോൾ നീതിമാന്മാർ പീഡിപ്പിക്കപ്പെടുന്നതിന് കാരണം പാപികൾ മാനസാന്തരപ്പെടാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഇദ്ദേഹം പറയാണ്, പ്ലേറ്റോ പറയാണ്, ഏറ്റവും നല്ല നീതിമാൻ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടാൽ നാം അവനെ തല്ലും, കൊല്ലും, ക്രൂശിക്കും. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തു ജനിക്കുന്നതിന് 400 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഈ ഖണ്ഡിക ഏത് ക്രിസ്ത്യാനിയുടെയും കരളലിയിക്കും. പൂർണ്ണമായും നീതിമാനായ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട നീതിമാനായിരിക്കും. എന്ന് വെച്ചാൽ കുരിശ് എന്താണ് വെളിപ്പെടുത്തുന്നത്? കുരിശ് വെളിപ്പെടുത്തുന്നത് മനുഷ്യൻ എത്രമാത്രം അക്രമാസക്തനാണ് എന്നാണ്. മനുഷ്യൻ എത്രമാത്രം അക്രമാസക്തനാണ്. നമ്മളെല്ലാവരുമാണ് പറയുന്നത്. നമ്മൾ നീതിമാനെ കണ്ടാൽ അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. നീതിമാനോട് നമ്മൾ നിർദ്ദയമായി പെരുമാറും. ഈ ചമ്പട്ടിയടിയേറ്റ് കർത്താവിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന രംഗമുണ്ട് പീഡാനുഭവ രംഗത്ത്. എന്നിട്ട് പീലാത്തോസ് പറയാണ്, ഇതാ മനുഷ്യൻ. അതെ, ഇതാണ് മനുഷ്യൻ. ഏത് നീതിമാനെയും ചതച്ച് ചമ്മന്തിയാക്കുന്ന, തല്ലിക്കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന മനുഷ്യൻ. നമ്മൾ അക്രമാസക്തരാണ്. നമ്മുടെ അക്രമാസക്തിയാണ് പല തരത്തിൽ പുറത്തു വരുന്നത്. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയാത്ത, മറ്റുള്ളവരുടെ വസ്തുവായി കരുതുന്ന, മറ്റുള്ള നന്മ അംഗീകരിക്കാത്ത ആ നമ്മൾ ഏത് നീതിമാനെ കണ്ടാലും അവനെ മോശമാക്കാനായിട്ട് ശ്രമിക്കും. അവനെ തല്ലാനും ചമ്മട്ടി അടിക്കാനും ശ്രമിക്കും. അപ്പോൾ മനുഷ്യൻ എത്രമാത്രം അക്രമാസക്തനാണെന്നാണ് കുരിശ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ മനുഷ്യൻ ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ് കുരിശ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞു, നമ്മുടെ പാപം എത്രമാത്രം ഹീനമാണെന്നും അതിന് ശിക്ഷ എത്ര ഭയാനകമാണെന്നും ഈ കുരിശ് വെളിപ്പെടുത്തുന്നു. നമ്മുടെ പാപം എത്ര ഭയാനകമാണെന്നും ഹീനമാണെന്നും
അതിൻ്റെ ശിക്ഷ എത്രമാത്രം കഠിനമുള്ളതാണെന്നും കുരിശ് വെളിപ്പെടുത്തുന്നു. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയാണത്. പക്ഷെ അത് ഒരു വശമാണ്. ദൈവത്തെക്കുറിച്ചൊരു മറ്റൊരു കാര്യവും കുരിശ് വെളിപ്പെടുത്തുന്നുണ്ട്. എന്താണത്? മനുഷ്യൻ്റെ ഈ ഹിംസാത്മകത, അക്രമ സ്വഭാവം, അത് ക്രിസ്തു തന്നിലേക്ക് തന്നെ ആവാഹിക്കുകയാണ്. ആ അക്രമത്തിൻ്റെ മട്ട് വരെ കുടിച്ച്, അക്രമത്തിൻ്റെ പാനപാത്രത്തിൻ്റെ മട്ട് വരെ അവൻ കുടിക്കുകയാണ് സ്വയം. അതുകൊണ്ടാണ് ക്രിസ്തു നല്ല ഇടയനെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ പറഞ്ഞത്, എൻ്റെ ജീവൻ ആരും എന്നിൽ നിന്ന് പറിച്ചെടുക്കുകയല്ല, ഞാനത് സ്വയമേവ സമർപ്പിക്കുകയാണ്. അത് തിരിച്ചെടുക്കാനും എനിക്ക് അധികാരമുണ്ട്. അങ്ങനെ തിരിച്ചെടുക്കാൻ അധികാരമുള്ളത് കൊണ്ടാണ് ഞാനത് അർപ്പിക്കുന്നത്. അതായത് മനുഷ്യൻ്റെ ഹിംസാത്മകത, ആ ഹിംസാത്മകതയുണ്ട്. ഉത്ഭവഭാവം മുതൽ, ആദാമൻ്റെ ആദ്യ പാപം തൊട്ട് ഉത്ഭവഭാവം മുതൽ ഈ ഹിംസാത്മകത മനുഷ്യനിൽ രൂഢമൂലമായിരിക്കുകയാണ്. തൻ്റെ മക്കളിൽ രൂഢമൂലമായിരിക്കുന്ന ഹിംസാത്മകത, അക്രമവാസന, അത് തന്നിലേക്ക് തന്നെ, ആ അക്രമങ്ങളെല്ലാം തന്നിലേക്ക് തന്നെ സ്വയമേവ സ്വതന്ത്ര മനസ്സോടെ ദൈവം എടുക്കുകയാണ്. ദൈവം ആ അക്രമത്തിൻ്റെ കാസ, അതിൻ്റെ അടിത്തട്ട് വരെ മട്ടുവരെ കുടിച്ച് സ്നേഹം കൊണ്ടതിനെ രൂപാന്തരപ്പെടുത്തുകയാണ്. നമ്മുടെ അക്രമത്തെ അവൻ്റെ സ്നേഹം കൊണ്ട് രൂപാന്തരപ്പെടുത്തുകയാണ്. അതാണ് കുരിശ്. അതുകൊണ്ടാണ് അത് യഥാർത്ഥ ആരാധനയായി നിൽക്കുന്നത്. ദൈവം തൻ്റെ സ്നേഹത്താൽ തൻ്റെ മക്കളുടെ അക്രമം മുഴുവൻ തന്നിലേക്ക് തന്നെ സ്വയം മനസ്സോടെ, സ്വതന്ത്ര മനസ്സോടെ തന്നിലേക്ക് തന്നെ സ്വീകരിച്ച് ആ സ്നേഹത്താൽ അക്രമത്തെ രൂപാന്തരപ്പെടുത്തുന്നു. അതാണ് കുരിശ്. അപ്പൊ നമ്മൾ ഈ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി ഇതാണ്. ഈ 3 സംഗതികൾ അല്ലെങ്കിൽ 4 സംഗതികൾ. ഒന്ന്, എങ്ങനെയാണ് കുരിശ് യഥാർത്ഥ ആരാധനയായത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 2, ക്രിസ്തീയ ആരാധനയുടെ പ്രകൃതി. 3, മനുഷ്യൻ എന്തുമാത്രം മ്ലേച്ഛനാണ്, അക്രമാസക്തനാണ് എന്ന് വെളിപ്പെടുത്തുന്ന കുരിശ്. നമ്മുടെ പാപത്തിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് എന്തുമാത്രം ക്രൂരമാണ് എന്ന് വെളിപ്പെടുത്തുന്ന കുരിശ്. അതേസമയം ആ പാപത്തിൻ്റെ ഭവിഷ്യത്തെല്ലാം, ശിക്ഷയെല്ലാം, അക്രമവാസനയെല്ലാം ദൈവം തന്നെ മനുഷ്യനായി തന്നിലേക്ക് തന്നെ അത് ആവാഹിച്ച് തൻ്റെ സ്നേഹത്താൽ നമ്മുടെ അക്രമത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ഇതാണ് കുരിശ്. അപ്പോൾ കുരിശ് എന്ന് പറയുന്നത് വെറും വേദന മാത്രമല്ല. തീർച്ചയായിട്ടും വേദന അതിനകത്തുണ്ട്. പക്ഷെ ആ വേദനയല്ല അതിൻ്റെ കേന്ദ്രം. മറിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്തുമാത്രം അവരെ സ്നേഹിക്കുന്നുവോ അത്രമാത്രമാണ് നാം അവർക്ക് വേണ്ടി വേദന സഹിക്കാൻ തയ്യാറാകുക. അപ്പോൾ കഴിയുന്നിടത്തോളം സഹിച്ചു കൂട്ടുക എന്നല്ല കുരിശ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരെത്രമാത്രം സ്നേഹിക്കുന്നുവോ ആ അത്രമാത്രം സ്നേഹിക്കുന്നതിന് അളവാണ് നമ്മുടെ വേദനയിലൂടെ വെളിപ്പെടുന്നത്. ഇതാണ് കുരിശിലെ വേദനയിൽ വെളിപ്പെടുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. സഹിക്കാവുന്ന പരമാവധി സഹിക്കുക എന്നല്ല കുരിശ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യര് അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു, ആ സ്നേഹത്തിൻ്റെ അളവ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അളവില്ലാത്ത സ്നേഹം അത് വെളിപ്പെടുത്താൻ നമുക്ക് ഈ വേദന വേണം. ഇപ്പം നമുക്ക് ഇത് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാകും നിങ്ങൾക്ക്. ഇപ്പം രോഗിയായ ഒരു മകൻ, ആ മകന് വേണ്ടി അമ്മയും അപ്പനും എന്തുമാത്രം സഹിക്കും? അവർ കണക്കില്ലാത്ത സഹനം ഏറ്റെടുക്കുകയാണോ? അല്ല, മറിച്ച് മകനോടുള്ള സ്നേഹത്തെ പ്രതി അവന് വേണ്ടി എത്രമാത്രം സഹിക്കാൻ തയ്യാറാകുകയാണ്. കിഡ്നി കൊടുക്കണോ, ലിവർ കൊടുക്കണോ, മറ്റവയവങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് അമ്മയോ അപ്പനോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ. എന്തുകൊണ്ടാണ്? തങ്ങളുടെ ജീവനേക്കാൾ മകനെ അല്ലെങ്കിൽ മകളെ അവർ സ്നേഹിക്കുന്നു. തങ്ങളുടെ ജീവനേക്കാൾ മകളെ സ്നേഹിക്കുന്നു. അപ്പോൾ ആ സ്നേഹമാണ് ഈ വേദനയുടെ അളവ് നിശ്ചയിക്കുന്നത്. അളവില്ലാത്ത വിധത്തിൽ സഹിക്കാൻ കഴിയുന്നത് അളവില്ലാത്ത വിധത്തിലുള്ള സ്നേഹമാണ്. അപ്പം സ്നേഹമാണ് വാസ്തവത്തിൽ വേദനയുടെ ഈ അളവ് നിശ്ചയിക്കുന്നത്. എന്തുമാത്രം സ്നേഹം, അതാണ് പോയിന്റ്. ഈ സ്നേഹത്തിൻ്റെ കഥയാണ് വാസ്തവത്തിൽ കുരിശ്. അതിനാൽ വേദനയുടെ കഥയല്ല കുരിശ്, സ്നേഹത്തിൻ്റെ കഥയാണ്. അത് നമ്മൾ പറയണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പല പ്രാവശ്യം കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, എന്നിട്ട് ധ്യാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്രിസ്തുധർമ്മ പ്രവേശിക്കുന്ന പുസ്തകത്തിൽ ബെനഡിക്ട് മാർപ്പാപ്പ ഇത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് വായിക്കാം. ഈ കുരിശ്, ബലി, ആരാധന, ഇതേക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് അതൊക്കെ എഴുതിയിട്ടുണ്ട്. കട്ടിയാണ്, എന്നാലും വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഞാൻ പറഞ്ഞ വീഡിയോ നന്നായിട്ട് കേൾക്കുക. പ്രത്യേകിച്ച് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ
ഇന്നേ ദിവസം നമുക്ക് ഈ വീഡിയോ തന്നെ പല പ്രാവശ്യം കേൾക്കുക, എന്നിട്ട് മറ്റുള്ളവരെ ഇതിലേക്ക് കൊണ്ടുവരിക. ഈ കുരിശിൻ്റെ മാഹാത്മ്യം എന്ത്, കുരിശിൻ്റെ പുകഴ്ച എന്ന് പറയുന്നത് എന്ത്, അതിന് ചരിത്രത്തിൽ കണ്ടെത്തിയ കുരിശ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇന്ന് അതിന് ദൈവശാസ്ത്രം ധ്യാനിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഈ കുരിശ് എന്ന് പറയുന്ന ആ മഹാരഹസ്യത്തിൻ്റെ അന്തരാർത്ഥത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയട്ടെ. മാത്രമല്ല, നമ്മെ ആലിംഗനം ചെയ്യാൻ, നമ്മെ തന്നിലേക്ക് തന്നെ എടുത്തു വെക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിനെ അനുവദിക്കുക, നമ്മെ അവനിലേക്ക് തന്നെ എടുത്തു വെക്കാൻ. അത് വിശുദ്ധ കുർബാനയിൽ സവിശേഷമായി സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.